നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എമ്പുരാൻ പൃഥ്വിരാജ് സുകുമാറിന്റെ ഡയറക്ഷൻ, മുരളി ഗോപിയുടെ രചനയിലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയങ്കരനായ ലാലേട്ടനും മഞ്ജു വാര്യറും തുടങ്ങി ഒട്ടേറെ മലയാളത്തിലെയും പല രാജ്യത്തെയും പല ഭാഷകളിലെയും നടന്മാർ ചേർന്ന് അഭിനയിച്ച് മലയാളത്തിന് തന്ന ഒരു വൻപിച്ച ട്രീറ്റ്, അതാണ് എമ്പുരാൻ എന്ന് പറഞ്ഞാൽ. ഹോളിവുഡ് ലെവലിൽ ഒരു മോളിവുഡ് പടം, ഹോളിവുഡ് ലെവലിൽ ഒരു മോളിവുഡ് പടം എടുക്കാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പം അങ്ങനെ മലയാള സിനിമയുടെ ചരിത്രം, മേക്കിംഗ് വേസിൽ അതിൻ്റെ ചരിത്രം തന്നെ മാറ്റിയൊരു ചിത്രമാണ് എമ്പുരാൻ എന്ന് പറഞ്ഞത്. ലൂസിഫർ കഴിഞ്ഞതിന് ശേഷം 5 വർഷത്തെ കൂടുതൽ ഇടവേളയ്ക്ക് ശേഷം എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പം നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ഇതെന്തായാലും ഒരു മികച്ച ചിത്രമായിരിക്കുന്നു. പക്ഷേ മലയാള സിനിമ എമ്പുരാന് ശേഷവും എമ്പുരാന് മുമ്പും എന്ന് പറയുന്ന തരത്തിൽ ഒരു ചിത്രം ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പം അത് കുറച്ചൊക്കെ ഒരു അതിശയോക്തിയാണെന്ന് പലരും പറഞ്ഞിരുന്നു. പക്ഷേ അതിശയിക്കാനൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. കാരണം അനുഗ്രഹീതനായ എഴുത്തുകാരനായ മുരളി ഗോപിയും ഇത്രയധികം ബ്രില്യൻ്റായ ഒരു സംവിധായകനായ പൃഥ്വിരാജ് സുകുമാരനും ഏത് വേഷം കൊടുത്താലും അതേ വേഷം അത്ര ഗംഭീരമായി നടത്തിത്തരും നമ്മുടെ ലാലേട്ടനും ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരും ചേർന്ന് മലയാളത്തിന് തന്നെ നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. ഈ ചിത്രം ഇപ്പോൾ ഈ ചിത്രം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾക്ക് പ്രധാനമായ കാരണം മലയാളത്തിൽ ഒരു നല്ല ചിത്രം വന്നപ്പോൾ ആ ചിത്രം ഉയർന്നു വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഒരു നല്ലൊരു സംവിധായകൻ ഉദിച്ചു വന്നപ്പോൾ ആ ചിത്രം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് കൊണ്ടും ആ ഒരു ചിന്തയിൽ നിന്ന് മാത്രമാണ് ഇത്രയും നെഗറ്റീവ് ഈ ചിത്രത്തിന് കൊടുക്കുന്നത്. നെഗറ്റീവ് പറയാൻ മാത്രം ഈ ചിത്രത്തിനകത്തൊന്നുമില്ല. ഈ ചിത്രം ഒരു രാഷ്ട്രീയ ചിത്രമാണ്, അതായത് രാഷ്ട്രീയം പറയുന്ന ചിത്രമാണ്. രാഷ്ട്രീയക്കാരന് ശത്രുതകൾ ഉണ്ടെങ്കിൽ രാഷ്ട്രീയം പറയുന്ന ചിത്രങ്ങൾക്കും ശത്രുതകൾ ഉണ്ടാവും എന്ന് കരുതി ആ ചിത്രത്തെ നശിപ്പിക്കുന്നത് ശരിയല്ല. ആ ചിത്രത്തിന്റെ ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ പറയുമ്പം അതിനു മുമ്പ് മനസ്സിലാക്കണം എത്രമാത്രം പ്രയാസപ്പെട്ടാണ് ആ ചിത്രം നിർമ്മിച്ചത്. കാരണം ഈ ചിത്രം ടീസറിന് ശേഷം എത്രയോ ദിവസം ക്യാരക്ടർ റിവീലിംഗ് നടത്തി തന്നത് ആ ഡയറക്ടർ നമ്മൾ ആ ചിത്രം കാണുമ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ്. അത്ര മികച്ച രീതിയിൽ ക്യാരക്ടർ റിവീലിംഗ് നടത്തി, മികച്ച ട്രെയിലറും ടീസറും നൽകി, നല്ല ക്വാളിറ്റിയിൽ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ട് നിസ്സാരമായ കാര്യം പറഞ്ഞ് ചിത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ നൽകുകയാണ്. എന്തായാലും വെട്ടിമാറ്റാത്ത ഭാഗം കാണാൻ, നശിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കുന്നവർക്ക് ആ നശിപ്പിക്കാത്ത ഭാഗം അങ്ങനത്തെ ചിത്രം കണ്ടിറങ്ങിയ ഒരാളാണ് ഞാൻ. അതായത് ഈ കത്രിക കയറ്റാത്ത ചിത്രം കണ്ട എനിക്ക് ഇതിലൊരു തെറ്റും കാണാൻ കഴിയുന്നില്ല. രാഷ്ട്രീയം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട്. സമൂഹത്തെ ചോദ്യം ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു മാധ്യമമാണ് സിനിമ. അതുകൊണ്ട് തന്നെ ആ സിനിമ വഴി ചോദ്യം ചെയ്യുകയും ചെയ്യാം. അത് മാത്രമേ ഈ ചിത്രം ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ ഇനി വെട്ടിമാറ്റിയത് എന്തെന്നറിയാൻ ആ ചിത്രം ഒന്നുകൂടി കാണുമെന്നല്ലാതെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഈ സിനിമ കണ്ടിറങ്ങിയവർക്ക് ഉണ്ടാകാൻ പോണില്ല. കാരണം മികച്ചൊരു ചിത്രം തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ പിന്നെ മലയാള സിനിമയുടെ ആരാധകരെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്ന എന്തിനാ? ഒന്നുകൂടി കാണും, അത്രയേ ഉള്ളൂ. ഒരിക്കൽ കണ്ടാൽ ഒന്നുകൂടി കാണാൻ തോന്നുന്ന ഒരു ചിത്രമാണ് എമ്പുരാൻ. എമ്പുരാനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായി നമ്മൾ ഇവിടെ പറയാനുള്ളത് മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ, അതായത് പ്രിയദർശിനി രാംദാസ്. ഉറപ്പിച്ച് പറയാം, ഇന്ത്യയിലെ ഒരു നടിയും പ്രിയദർശിനി രാംദാസിനെ ഇത്രയും ഭംഗിയായി അവതരിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് മഞ്ജു വാര്യർ എന്ന ആക്ട്രസിന് ഇത്രയും അധികം വില മലയാളത്തിലുണ്ടായത്. ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള സിനിമ കീഴടക്കിയ വ്യക്തിയാണ്. ഇപ്പം ഈ ഒരു പ്രിയദർശിനി രാംദാസിനെ കണ്ടാൽ മാത്രം മതി തൻ്റെ അഭിനയ ജീവിതത്തിൽ ഇത്രയും അധികം ഗംഭീരമായൊരു വേഷം ചെയ്യാൻ കഴിവും ഭാഗ്യവും ലഭിച്ചിരിക്കുന്ന ഒരു നടി. ഒരു പക്ഷേ മോഹൻലാലിനെക്കാട്ടി മേലെ ആരഭിനയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രിയദർശിനി രാംദാസ് തന്നെയാണ്. കാര്യം ഖുറേഷി എബ്രഹാമും സ്റ്റീഫൻ നെടുമ്പള്ളിയും ഒരുമിച്ച് നിന്നിട്ടും അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ചതെന്ന് പറയാൻ മഞ്ജു വാര്യർ തന്നെയാണ്. ഇതിൽ ഖുറേഷി എബ്രഹാമും സ്റ്റീഫൻ നെടുമ്പള്ളിയും മസൂദും സജനചന്ദ്രനും എല്ലാവരും ചേർന്ന്, ജിതിൻ രാംദാസും ഒക്കെ ചേർന്ന് ഒരു രാഷ്ട്രീയമാണ് പറഞ്ഞത്. നമ്മുടെ ഇടയിലുള്ള രാഷ്ട്രീയത്തെയാണ് നൽകിയത് നമ്മുടെ മുമ്പിൽ. അവർ പല വേഷം കെട്ടിയെങ്കിലും രാഷ്ട്രീയം തന്നെയാണ് അവർ നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു തന്നത്. ചിത്രം 100% നീതി പുലർത്തുന്ന ഒരു ചിത്രമാണ്.
ഇത്രയും അധികം ക്വാളിറ്റിയിൽ ഒരു ചിത്രം എടുക്കുക എന്ന് വെച്ചാൽ ഇത് എപ്പോഴാണ് ഖുറേഷി എബ്രഹാം സ്റ്റീഫൻ നെടുമ്പള്ളിയായി മാറുന്നത്, തിരിച്ച് ഖുറേഷി എബ്രഹാമായി മാറുന്നത്, ഒന്നും തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ലാലേട്ടൻ്റെ മികച്ച പ്രകടനം. അതായത് ലാലേട്ടൻ്റെ പ്രകടനം മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. ലാലേട്ടൻ മികച്ച പ്രകടനം തന്നെയാണ് എല്ലാ ചിത്രത്തിലും കാഴ്ചവെക്കുന്നത്. ഇതിൽ ഏറ്റവും അധികം ലൂസിഫർ കണ്ടവർക്കറിയാം. ലൂസിഫർ പറഞ്ഞ പോലെ എമ്പുരാൻ എന്ന ചിത്രത്തിലേക്ക് വരുമ്പം അവിടെ സജനചന്ദ്രനാണ് കൂടുതൽ സ്കോർ ചെയ്യുന്നത്. കാര്യം ലൂസിഫറിൽ കാണാത്തൊരു വ്യക്തിയാണ് സജനചന്ദ്രൻ. ഇതിൽ സജനചന്ദ്രൻ സുരാജേട്ടൻ്റെ ക്യാരക്ടർ ഗംഭീരം. കാര്യം ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം, അത്രയ്ക്ക് നന്നായിട്ട്. കാര്യം ഇതൊരു ഹോളിവുഡ് ലെവൽ പടം എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രത്തിൽ മലയാള സിനിമ ഇനി എമ്പുരാന് ശേഷവും എമ്പുരാന് മുമ്പും ഒന്നേ അറിയപ്പെടുള്ളൂ. എമ്പുരാൻ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയതിന് ശേഷവും മുൻപും എന്നല്ല രീതിയിലല്ലാതെ നമ്മളെ മലയാള സിനിമ ഇനി പറയാൻ കഴിയില്ല. അത്രയ്ക്ക് ഗംഭീരമായ മേക്കിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. പല ഇൻ്റർവ്യൂകളിലും പൃഥ്വിരാജ് സുകുമാരൻ തൻ്റെ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ അതിലൊരു അതിശയോക്തി തോന്നേണ്ട ആവശ്യമില്ല എന്ന് തോന്നാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂസിഫർ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഇന്ന് ഇപ്പോൾ ഇട്ട് എന്നാൽ ലൂസിഫർ ഒന്നുകൂടി കാണാൻ തോന്നും. അത്രയും ക്വാളിറ്റിയുള്ള സിനിമ. ഇതിനേക്കാൾ ഗംഭീരം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കാത്തിരുന്നത് ഇതിനേക്കാട്ടിയും ഗംഭീരമുള്ള എമ്പുരാനെ കാണണമെന്നാണ്. ഒരു സംശയവുമില്ല, അതിഗംഭീരമായ സിനിമ. രാഷ്ട്രീയം പറയുന്ന ചിത്രങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയാൻ ധൈര്യം കാണിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ. രാഷ്ട്രീയം പറയണം, അത് പറയാനും ആ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയം പറയാനുള്ള കഴിവ് അത് ഈ ചിത്രത്തിൽ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ എന്തിനാണ് കത്രിക കയറ്റുന്നതെന്ന് കത്രിക കയറ്റും മുമ്പേ കണ്ട എനിക്ക് മനസ്സിലാവില്ല. ഇനി ഏതൊക്കെ ഭാഗങ്ങളാണ് കത്രിക കടന്നു പോകുന്നതെന്ന് അറിയാൻ ഈ ചിത്രം ഒന്നുകൂടി കാണേണ്ടി വരും. അല്ലെങ്കിലും ചിത്രം ഒന്നുകൂടി കാണണമെന്നുള്ള മോഹത്തോടു കൂടി തന്നെയാണ് എല്ലാവരും തിയേറ്ററുകളിൽ നിന്ന് ഇറങ്ങുന്നത്. കാര്യം അത്രയും നല്ലൊരു ചിത്രമല്ലേ, അത് ഒന്നുകൂടി കാണുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ കത്രിക കയറ്റിയത് എന്തിനാണെന്ന് അറിയാനും കൂടിയാണ് ഇനി തിയേറ്ററിൽ കയറാൻ പോകുന്നത്. എന്തായി എമ്പുരാൻ എന്ന് പറഞ്ഞൊരു ചിത്രം മലയാളികളുടെ മുമ്പിലേക്ക് എത്തിച്ച ലാലേട്ടന്, പൃഥ്വിരാജ് സുകുമാരന്, മുരളി ഗോപിക്ക്, മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള ബാക്കി എല്ലാ അഭിനേതാക്കൾക്കും എല്ലാവിധ ആശംസകളും. കാര്യം ഇത്രയും നല്ലൊരു ഗംഭീരമായ ചിത്രം നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കണമെങ്കിൽ അവരെടുത്ത എഫേർട്ട് അത് നിസ്സാരമല്ലെന്ന് മനസ്സിലാവും. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, നിസ്സാരമല്ല. അത് ക്വാളിറ്റി ബേസ് ആയാലും ശരി, ആ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ചിത്രത്തിൻ്റെ മേക്കിങ്ങിൻ്റെ ആയാലും ശരി, ചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റിലായാലും ശരി, അഭിനയിക്കുന്ന കാര്യത്തിലായാലും ശരി, 100ന് 100 മാർക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ചിത്രം ഇതുവരെ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ പറയില്ലേ, ഹോളിവുഡ് ലെവലിലുള്ളൊരു മോളിവുഡ് ചിത്രമാണ്. ചിത്രം മോളിവുഡിലാണെന്നേ ഉള്ളൂ, പക്ഷേ അതൊരു ഹോളിവുഡ് ലെവലാണ്.